ഇന്ന് നമുക്ക് എല്ലും കപ്പ ഉണ്ടാക്കിയാലോ? അതിനായി 3 കിലോ പച്ചക്കപ്പ, 1.5 കിലോ എല്ലോട് കൂടിയ പോത്തിറച്ചി, ഇത്രയുമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ പോത്തിറച്ചി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, 6 പച്ചമുളക് നീളത്തിൽ കീറിയത്, ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും, നീളത്തിലരിഞ്ഞ 3 സവോള, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇവിടെ എല്ലാവർക്കും എരിവ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതും പോരാഞ്ഞ് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഇതിലേക്ക് ചേർത്തത്. അധികം മീറ്റ് മസാല ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം. മറ്റൊരു പാത്രത്തിൽ നമുക്ക് കൊത്തിവെച്ചിരിക്കുന്ന കപ്പ അല്പം മഞ്ഞളും ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പിനായിട്ട് നമുക്ക് അല്പം തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് അല്പം എണ്ണ ചേർത്ത് കുറച്ച് കാഷ്യൂവും, കുറച്ച് കറിവേപ്പിലയും, 1 കഷണം കറുവാപ്പട്ടയും, 4-5 ഉണക്ക മുളകും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 5-6 ചെറിയ ഉള്ളിയും ചേർത്ത് ഇളക്കി അതൊരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കൂടെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിന് അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, കരിഞ്ഞു പോകാനായിട്ടും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങയുടെ വെള്ളമയം മാറിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ ആദ്യം ചേർത്ത കശുവണ്ടി എന്തിനാണെന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ. മറ്റൊരടുപ്പിൽ നമുക്ക് മുട്ട പുഴുങ്ങാനും വെക്കാം. ഇപ്പോൾ ഏകദേശം തേങ്ങയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അരച്ചെടുക്കുകയല്ല, പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇറച്ചിയും കപ്പയും മിക്സ് ചെയ്യാനായിട്ട് മറ്റൊരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 3-4 ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, സ്റ്റാർ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. അത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. 1 ലെയർ ഇറച്ചി മാത്രമാണ് ഞാനിപ്പോൾ ഇടുന്നത്. പകുതി ഇറച്ചി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. മുഴുവൻ ഇറച്ചിയും ഒരുമിച്ച് ഇടുന്നില്ല. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ദമ്മ് ചെയ്യാറില്ലേ, അതുപോലെ ഉള്ള ഒരു വെറൈറ്റി രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. അതിനുശേഷം കപ്പ നമുക്ക് ഇട്ട് കൊടുക്കാം. കപ്പ മുഴുവനായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കപ്പ മുഴുവനായും ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നമ്മൾ പാത്രമടച്ച് കുറച്ച് നേരത്തേക്കിന് ഇതൊന്ന് ആവി കയറ്റാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ആവി കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇറച്ചിയും കൂടെ ഇട്ട് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. ആദ്യമേ അരപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഇത് വെറും പൊടിയായിട്ടാണ്, അരഞ്ഞിട്ടില്ല. വെള്ളം അല്പം പോലും ചേർക്കാതെ പൊടിച്ചാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി അടച്ചു വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് തുറന്ന് ഏകദേശം ഒരു ആവി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബാലൻസ് ഉള്ള ഇറച്ചി ഇട്ട് കൊടുക്കാം.
ബാലൻസ് ഉള്ള ഇറച്ചി നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്കായിട്ട് 2 കറിവേപ്പില, പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു ചേർക്കാം. 3-4 കഷ്ണങ്ങളായിട്ട് നമുക്ക് മുട്ട മുഴുവനും അരിഞ്ഞു ചേർക്കാം. ഞാനിതിൽ 5 മുട്ടയാണ് ചേർക്കുന്നത്. അതിന് മുകളിലായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് ഇത് വേവിക്കേണ്ടതായിട്ടുണ്ട്. ഇറച്ചി ഓൾറെഡി വെന്തതാണ്, കപ്പയും വെന്തതാണ്. എങ്കിലും ഇതിലൊന്ന് ആവി കയറി ഒന്ന് മിക്സ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് തവി കൊണ്ടിളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഫ്ലേവറും ഉണ്ടാകും, നമുക്ക് ടേസ്റ്റും ഉണ്ടാകുന്നതാണ്. ഒരു ടേസ്റ്റ് എൻഹാൻസറാണ് ഈ മല്ലിയില എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് ഇളക്കി ഉപയോഗിക്കാം. നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം വെന്ത് റെഡിയായ അവസ്ഥയിലാണിത്. നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി വെള്ളമായി ഇത് കുഴഞ്ഞു പോകാനായിട്ട് ഇടയാകരുത്. നല്ല രീതിയിൽ ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ആഹാ, നല്ല ടേസ്റ്റ്, അടിപൊളി. അപ്പോഴാണ് പിള്ളേർക്കൊരാഗ്രഹം നമുക്ക് നിലത്തിരുന്ന് വട്ടത്തിലിരുന്ന് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു രംഗമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്